നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. മദ്യനയത്തിൽ ഊന്നി മുഖ്യമന്ത്രിയുടെ പ്രചാരണം. മദ്യനിരോധനത്തെ എതിർക്കുന്ന LDFന് കേരളത്തിലെ വീട്ടമ്മമാർ ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്ന് ഉമ്മൻചാണ്ടി. അതിനെതിരായി നീങ്ങുന്നവർക്ക് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശക്തമായ മറുപടി നൽകും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം. ഭരണ തുടർച്ചയുടെ ഫലം ജീർണതയാകുമെന്ന് DGP ജേക്കബ് തോമസ്. നടക്കുന്നത് കരാറുകാർക്ക് ഗുണമുണ്ടാക്കുന്ന വികസനം. അസ്വാരസ്യമടങ്ങാതെ UDF. കയ്പമംഗലത്ത് RSP സ്ഥാനാർത്ഥി പിന്മാറി. പകരം സീറ്റ് തന്നാൽ വിട്ടുതരാമെന്ന് RSP. ഒറ്റപ്പാലത്ത് ശാന്ത ജയറാമിന് പകരം ഷാനിമോൾ പരിഗണനയിൽ. തിരുവല്ലയിൽ പുതുശ്ശേരിയെ മാറ്റണമെന്ന PJ കുര്യന്റെ ആവശ്യം മാണി തള്ളി. അങ്കമാലിയിൽ JDSലെ തർക്കം തീരുന്നില്ല. ബാർ കോഴ കേസിൽ SP R സുകേശൻ ഗൂഢാലോചന നടത്തിയതിന് എന്തു തെളിവെന്ന് ഹൈക്കോടതി. ഗൂഢാലോചന നടത്തിയെങ്കിൽ സർവീസിൽ തുടരുന്നത് എങ്ങനെ? ഭൂമിദാന കേസിൽ അടൂർ പ്രകാശിനെതിരായ ദ്രുത പരിശോധന 15 ദിവസത്തിനകം പൂർത്തിയാക്കാനും ഹൈക്കോടതി നിർദ്ദേശം. സോളാർ കേസിലെ പുറത്തുവന്ന സരിതയുടെ കത്ത് വ്യാജമെന്ന് ഫെനി. വരൾച്ചാ ദുരിതം നേരിടുന്നതിൽ കേന്ദ്രത്തിന് ഗൗരവമില്ലെന്ന് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരുകളും ഒന്നും ചെയ്യുന്നില്ല. കോടതികൾ ഉപയോഗശൂന്യമാണെന്ന് കരുതരുത്. ഒന്നാം IPL മുംബൈയിൽ നടത്താൻ കോടതിയുടെ അനുമതി. കൂടുതൽ കള്ളപ്പണ നിക്ഷേപകരുടെ പേരുകൾ പുറത്ത്. പനാമ രേഖകളിൽ പത്തനംതിട്ട സ്വദേശി ദിനേശ് പരമേശ്വരൻ നായരും. 4000 കോടിയുടെ വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാമെന്ന മല്യയുടെ നിർദ്ദേശം ബാങ്കുകളുടെ കൺസോർഷ്യം തള്ളി. മല്യ ഇന്ത്യയിൽ തിരിച്ചെത്തി നടപടി നേരിടാൻ നിർദ്ദേശം. നഴ്സിംഗ് റിക്രൂട്ട്മെന്റിലെ നിലപാട് മാറ്റി കേന്ദ്ര സർക്കാർ. രജിസ്ട്രേഷനുള്ള സ്വകാര്യ ഏജൻസികൾക്കുള്ള വിലക്ക് നീക്കുന്നത് പരിഗണനയിൽ. തീരുമാനം അവസരം അനുവദിക്കില്ല എന്ന കോടതി നിലപാടിനെ തുടർന്ന്. IITകളിലെ ഫീസ് കുത്തനെ കൂട്ടി. റെഗുലർ വിദ്യാർത്ഥികൾക്ക് ₹1,00,000 ഫീസ് വർധന. പിന്നാക്ക വിഭാഗങ്ങൾക്ക് സൗജന്യ വിദ്യാഭ്യാസം. സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് ഇളവ്. കോട്ടയം കറുകച്ചാലിൽ ഇടഞ്ഞ ആന 2 പാപ്പാന്മാരെ കുത്തിക്കൊന്നു. പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. മദ്യനയത്തിൽ ഊന്നി മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഇന്നും പുരോഗമിക്കുകയായിരുന്നു. കോഴിക്കോട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ വിശദാംശങ്ങളാണ് ഇന്നത്തെ തലവാചകത്തിലേക്ക്. അവരുടെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ ഒന്ന് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ UDF എടുത്ത ശക്തമായ നിലപാട് അത് കഴിച്ചിട്ടിറക്കാനും മേല, മതിരിച്ചിട്ട് തുപ്പാനും പാടില്ല. വിഷമിക്കുക. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടാണ്. ആ നിലപാടാണ് ഇന്നെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരും. അതിനെതിരായി നീങ്ങുന്നവർക്ക് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശക്തമായ മറുപടി നൽകും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം. ഈ വിഷയത്തിൽ മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ, MP രാജേഷ് MP, ഫാദർ TJ ആന്റണി, KCBC മദ്യവിരുദ്ധ സമിതിയുടെ ഡയറക്ടർ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ നേരിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ MP രാജേഷ്, ഇതൊരു ചൂണ്ടയായിരുന്നു. ഇന്നലെ VM സുധീരൻ തിരുവനന്തപുരത്ത് ഈ ചൂണ്ടയിട്ടു. ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോഴിക്കോടും ഈ ചൂണ്ടയിട്ടു. ഇന്നലെ CPMന്റെ നേതാക്കൾ ഈ ചൂണ്ടയിൽ കൊത്തി. മറുപടി പറയേണ്ട സാഹചര്യമുണ്ടായി. ഇടതുമുന്നണിക്ക് നയത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്ന വിഷയമൂന്നി തെരഞ്ഞെടുപ്പിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വ്യത്യാസമൊന്നുമില്ലാതെ നേതാക്കന്മാർ ആ വിഷയം എടുത്ത് പ്രയോഗിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ. ഈ വിഷയത്തെ എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ അതിനെങ്ങനെ മറുപടി പറയാനായിരിക്കും CPMും ഇടതുമുന്നണിയും ഇനി ശ്രമിക്കുക? അല്ല, ഇത് ചൂണ്ടയല്ല. UDF എന്ന മുങ്ങിത്താഴാൻ പോകുന്ന മുന്നണി കയറി പിടിച്ചിട്ടുള്ള കച്ചിത്തുരുമ്പാണ്. അതാണ് ശരിയായ ഉദാഹരണം. ചൂണ്ട എന്നത് തെറ്റായിട്ടുള്ള ഉദാഹരണമാണ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉദാഹരണം മുങ്ങിച്ചാകാൻ പോകുന്ന UDF കയറി പിടിച്ചിട്ടുള്ള കച്ചിത്തുരുമ്പ്. UDF എന്തുകൊണ്ടാണ് ഇപ്പോൾ വികസനത്തെക്കുറിച്ച് പറയാത്തത്? വികസനത്തിന് വേണ്ടി വോട്ട് തേടാത്തത് എന്തുകൊണ്ടാണ്? വികസനത്തെക്കുറിച്ച് കുറച്ച് ദിവസം മുമ്പ് വരെ ചില ഉദ്ഘാടന മഹാമഹങ്ങളൊക്കെ നടത്തിയിട്ട് വലിയ അവകാശവാദമായിരുന്നല്ലോ മുന്നോട്ട് വെച്ചിരുന്നത്. ഇപ്പം അത് വിഴുങ്ങിയത് എന്തുകൊണ്ടാണ്? ഒരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. മദ്യനയം എന്ന കച്ചിത്തുരുമ്പിനെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് UDF എത്തിയിരിക്കുന്നു. UDFന്റെ പരാജയത്തെയാണ് ഇത് കാണിക്കുന്നത്. സുധീരൻ മുതൽ ഉമ്മൻചാണ്ടി വരെ എല്ലാവരും അതിനെക്കുറിച്ച് മാത്രം പറയുന്നെങ്കിൽ
മറ്റൊന്നും പറയാനില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കച്ചിത്തുരുമ്പിന് മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക്, പരമദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് UDF എത്തിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഉദാഹരണം. ഇനി നമ്മൾ നോക്കുക, LDFിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. ഇതിനെ ചർച്ചയാക്കി കൊണ്ടുവരിക, ചർച്ച ഇതിൽ മാത്രം ഒതുക്കി നിർത്തുക എന്നത് UDFിൻ്റെ ആവശ്യമാണ്. ചില മാധ്യമങ്ങൾ ആ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത ദേശീയ ഗെയിംസിൽ അഴിമതി സംബന്ധിച്ച CAG റിപ്പോർട്ടാണ്. അപ്പോൾ UDF സർക്കാരിൻ്റെ അഴിമതികൾ ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. UDF സർക്കാരിൻ്റെ അധാർമികതകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സദാചാരത്തിൻ്റെ അപജയം, ഇതെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ UDF സർക്കാരിൻ്റെ വികസന അവകാശവാദങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവസാന ആശ്രയമായിട്ടാണ് ഇതിൽ അഭയം പ്രാപിക്കുന്നത്. LDF പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മദ്യ ലഭ്യത കുറയ്ക്കുന്ന മദ്യവർജനത്തിലൂന്നിയിട്ടുള്ള നയമാണ് നടപ്പാക്കുക, ഘട്ടം ഘട്ടമായിട്ട് മദ്യവർജനം നടപ്പാക്കുക എന്നതാണ് LDFിൻ്റെ നയം. UDF മദ്യനിരോധനം കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ടോ? മദ്യനിരോധനം ഇനി വന്നാൽ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ UDFിന്റെ നയം? 10 വർഷം കൊണ്ട് മദ്യനിരോധനം നടപ്പാക്കും എന്നാണ് UDFും പറയുന്നത്. LDF ഘട്ടം ഘട്ടമായി മദ്യവർജനത്തിൽ ഊന്നി മദ്യലഭ്യത ഇല്ലാതാക്കിക്കൊണ്ട് മദ്യവർജനം എന്നതൊരു നയമല്ല. മദ്യവർജനം ഒരു വ്യക്തി സ്വമേധയാ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ഗവൺമെന്റിന് സ്വീകരിക്കാവുന്ന നയമല്ല. മദ്യം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മദ്യം ഉള്ളപ്പോൾ എന്നുണ്ടായോ അന്നു മുതൽ മദ്യവർജനവുമുണ്ട്. പക്ഷേ അതൊരു നയമായി കൊണ്ടുപോകാൻ കഴിയില്ല. മദ്യവർജനമാണ് നയം എന്ന് പറയുന്നവർക്ക് അതിനർത്ഥം അവർക്കൊരു നയം ഈ വിഷയത്തിൽ ഇല്ല എന്നാണ്. ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും UDF മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മറുവാദം. മദ്യവർജനം നയമല്ല എങ്കിൽ മദ്യനിരോധനം എന്ന നയം പ്രായോഗികമായിട്ടുള്ളതാണോ? മദ്യവർജനം നയമല്ല എന്ന് പറയുന്ന ആളുകൾ മറുപടി പറയണ്ടേ? ലോകത്തെവിടെയാണ് മദ്യനിരോധനം വിജയിച്ചിട്ടുള്ളത്? എവിടെയാണ്? ഞാൻ ഈ പാലക്കാട്ടിരുന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വരൂ, അട്ടപ്പാടിയിലേക്ക് പോയാൽ നാളെ നിങ്ങളെ കാണിച്ചു തരാം. നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള അട്ടപ്പാടിയുടെ സ്ഥിതി എന്താണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഗുജറാത്തിൻ്റെ സ്ഥിതി എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നിരോധിച്ചതിൻ്റെ പേരിൽ മദ്യം എവിടെയെങ്കിലും ലഭിക്കാതിരുന്നിട്ടുണ്ടോ? നിരോധിച്ചതിൻ്റെ പേരിൽ മാത്രം ആരെങ്കിലും മദ്യം ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടോ? എന്താ കേരളത്തിൽ ഇവർ പറയുന്ന ബാറുകൾ പൂട്ടി? ഇവിടെ ആകെ ഏതാനും ബാറുകൾ പൂട്ടിയതല്ലാതെ എന്താണ് ഇവർ നടപ്പാക്കിയിട്ടുള്ളത്? അത് തന്നെ ഈ മദ്യനയം UDFിൻ്റെ ഇവർ ഈ കൊട്ടിഘോഷിക്കുന്ന നടപടി ഉണ്ടായത് എങ്ങനെയാണ്? അവർക്ക് എന്തെങ്കിലും നയമുണ്ടോ? ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിലുള്ള ഗ്രൂപ്പ് തർക്കത്തിനൊടുവിൽ സുധീരനെ തോൽപ്പിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള അടവ് അഭ്യാസം എന്ന നിലയിലല്ലാതെ ഇതൊരു നയമായിട്ട് അവർ ആവിഷ്കരിച്ചതാണോ? ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മദ്യനയം എന്താണ് എന്നാണ്. ഇന്ന് KM മാണി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മദ്യനയം എന്താണ്? ഇവിടുന്ന് വലിയ ആദർശമൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയവരാണല്ലോ, അവരുടെ മദ്യനയം എന്താണ്? എല്ലാ നേതാക്കന്മാർക്കും, മുന്നണിയിലെ എല്ലാ ഘടകകക്ഷി നേതാക്കളോടും മദ്യനയത്തെപ്പറ്റി പറഞ്ഞോളൂ എന്നാണോ ഉമ്മൻചാണ്ടിയും VM സുധീരനും പറഞ്ഞിരിക്കുന്നത് എന്ന് സംശയം തോന്നും ഇത് കേട്ടാൽ. കഴിഞ്ഞ ഈ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഈ മദ്യനയത്തിൻ്റെ പേരിൽ മൂടി വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഴുവൻ ഈ വിഷയത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കോൺഗ്രസ് അല്ലെങ്കിൽ UDF? ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രം കോൺഗ്രസിന്റെയും UDFിന്റെയും പ്രചാരണം ഒതുക്കി നിർത്തേണ്ട ഒരു സാഹചര്യവും കേരളത്തില്ല. ചരിത്രത്തിലില്ലാത്ത വിധം വികസന നേട്ടങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗവൺമെന്റ്, അതിലേറെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാക്കിയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അത്തരം കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ പറയാൻ മദ്യനയം വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയെടുത്ത ധീരമായ തീരുമാനമെന്ന നിലയിൽ അതിന് പ്രസക്തിയേറും. അതിൽ ആശങ്കപ്പെട്ടിട്ടോ അസ്വസ്ഥപ്പെട്ടിട്ടോ കാര്യമില്ല. നമുക്ക് ഇവിടെ ശ്രീ MB രാജേഷ് പറയുന്നു, തന്റെ നിയോജക മണ്ഡലത്തിൽ അട്ടപ്പാടിയിലേക്ക് വരൂ, മദ്യനിരോധനം നടപ്പിലാക്കി അവിടെ കാര്യമായ മദ്യനിരോധനം പ്രവർത്തിക്കുന്നില്ല എന്ന്. ഒരു മദ്യം എന്ന് പറയുന്ന അട്ടപ്പാടി പോലുള്ള പ്രദേശത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിപത്തുകളെ കുറിച്ച് മറ്റാരേക്കാളും നേരിട്ടറിയാവുന്ന ഒരു ജനപ്രതിനിധി ഇങ്ങനെ സംസാരിക്കുമ്പോൾ CPMന്റെ ഏത് നേതാവ് മദ്യനയത്തെക്കുറിച്ച് സംസാരിക്കുന്ന വാക്കുകളും വാചകങ്ങളും കേട്ടാൽ കേരളത്തിലെ ബാർ മുതലാളിമാർ സംസാരിക്കുന്ന അതേ ഭാഷയിലാണ്. ഇവിടെ UDFിന്റെ നയം എന്ത് എന്ന് ചോദിക്കും വളരെ കൃത്യമായി ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ
സുപ്രീം കോടതി വരെ അംഗീകരിച്ചൊരു നയം, അത് ഞങ്ങളുടെ നേതാക്കന്മാർ തമ്മിലുള്ള വ്യത്യസ്ത അഭിപ്രായത്തെ തുടർന്നുണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞും കളിയാക്കിയും ആരോപിച്ചുമൊക്കെ പറഞ്ഞ കാലം പോയി. UDF-ലെ മുഴുവൻ ആളുകളും ഒരു സംശയത്തിനും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം UDF-ലെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി അംഗീകരിച്ച ഏറ്റവും നല്ല ഒരു നയം തന്നെയാണ് മദ്യനയം. ഞങ്ങളുടെ നയം ഇതാണ്. എന്തെന്നാൽ അത് ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ കാര്യമല്ല. 2011 തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ജനങ്ങളുടെ മുന്നിൽ വെച്ച ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. അതിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ 2 സ്റ്റാർ 3 സ്റ്റാർ അങ്ങനെ 4 സ്റ്റാർ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും തന്നെ മദ്യം നിരോധിച്ചുകൊണ്ട് പോകുമെന്ന്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി AK ആന്റണി ഉയർത്തിക്കൊണ്ടുവന്നത് ചാരായ നിരോധനമായിരുന്നു. ചാരായ നിരോധനത്തിന്റെ ഹിതപരിശോധന എന്നായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ AK ആന്റണി വിശേഷിപ്പിച്ചത്. പക്ഷേ ഫലം വന്നപ്പോൾ ഒരിക്കൽ കൂടി CPM-ന് ഇടതുമുന്നണിക്ക് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായി. EK നായനാർ മുഖ്യമന്ത്രിയായി. അന്നും CPM മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെ ഇടതുമുന്നണി അന്നും മുന്നോട്ട് വെച്ചത് മദ്യവർജനം എന്നത് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഒരു ചർച്ച നടന്നപ്പോൾ CPM നേതാക്കൾ പറഞ്ഞത്, അന്ന് ഞങ്ങൾ പറഞ്ഞ മദ്യവർജനത്തെ ജനങ്ങൾ സ്വീകരിച്ചു എങ്കിൽ ഇന്നും ഞങ്ങൾ പറയുന്ന മദ്യവർജനത്തെ ജനം സ്വീകരിക്കും. ഈ മദ്യനയവുമായി മുന്നോട്ട് പോയാൽ അതിൻ്റെ ഗുണം UDF-ന് കിട്ടില്ല. മദ്യം എന്ന് പറഞ്ഞാലുടൻ വോട്ടുകളെല്ലാം ഇങ്ങോട്ട് പോരുമെന്ന് ഉമ്മൻചാണ്ടി പ്രതീക്ഷിച്ചാൽ തെറ്റാണ് എന്ന് പിണറായി കഴിഞ്ഞ ദിവസം പറഞ്ഞതും കൂടി ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഒരു സംശയം വേണ്ട, 96-ലെ ചാരായ നിരോധനം ജനങ്ങൾക്ക് അത് അനുഭവയോഗ്യമായി അതിന് ശേഷം ഒട്ടിച്ചേരാനുള്ള സാവകാശം കിട്ടിയില്ല എന്നൊരു സത്യം മുന്നിലുണ്ട്. മദ്യവർജനം ആഹ്വാനം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന LDF പിന്നീട് കാണിച്ചത് എന്താണ്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാറ്റുചാരായം പല രൂപത്തിൽ ആനമയക്കി എന്തൊക്കെയോ പേരുകളൊക്കെ വിട്ടു, ഒരുപാട് വിവിധങ്ങളായ പേരുകളിൽ വാറ്റുചാരായം, വ്യാജ മദ്യം കേരളത്തിൽ ആകമാനം പടർന്നു പിടിച്ചു. ഞങ്ങളുടെ നാട്ടിലായ ചിറയൻകീഴിലെ CPM-ന്റെ നേതാക്കന്മാർ, ഈ ജില്ലയിലെ CPM-ന്റെ നേതാക്കന്മാർ, അവരൊക്കെ തന്നെ മണിച്ചനെ പോലെയുള്ളവരുടെ മാസപ്പടി ലിസ്റ്റിൽ കടന്നു വന്നു. കല്ലുവാതുക്കൽ മദ്യ ദുരന്തമുണ്ടായി. ഈയാമ്പാറ്റകളെ പോലെ മനുഷ്യർ ചത്തൊടുങ്ങുന്ന മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരം സാഹചര്യങ്ങളൊക്കെ അവർക്ക് സൃഷ്ടിച്ചു. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് കേരളത്തിലെ UDF സർക്കാരിന്റെ മദ്യനയം കൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് കേരളത്തിലെ സാധാരണ കുടുംബങ്ങളാണ്, കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളാണ്, സാധാരണക്കാരാണ്, സർവോപരി കേരളത്തിലെ പൊതുസമൂഹമാണ്. അങ്ങനെയുള്ള ഒരു നല്ല മദ്യനയം ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ എന്താണ് CPM-ന് പറയാനുള്ളത്? അവർക്ക് പറയാലോ, 730 ബാറുകൾ പൂട്ടിയിട്ടുണ്ട്, ഞങ്ങൾ വന്നാൽ തുറക്കും, അല്ലെങ്കിൽ ഇല്ല. ലളിതമായ ഒരു ഉത്തരവാണല്ലോ പറയേണ്ടത്. തുറക്കുമോ ഇല്ലയോ, യെസ് ഓർ നോ, അത് പറഞ്ഞാൽ മതി. ഒരു CPM നേതാവ് ഈ നിമിഷം വരെ അത് പറയുവാൻ തയ്യാറല്ല. ഞങ്ങൾ പറയുന്നു ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുമെന്ന്. അതുപോലെ തന്നെ നിലയിലാണ് CPI-ഉം ഇടതുമുന്നണിയും എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. മദ്യനയത്തിന്റെ കാര്യത്തിൽ അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. തന്നെയുമല്ല, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു, ഈ മുന്നണിയെ, ഈ സർക്കാരിനെ ദുർബലമാക്കിയാൽ പിന്നീട് പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഗവൺമെൻറ് ഈ അടച്ചിട്ട ബാറുകളൊക്കെ തുറന്നു കൊടുക്കും. അതിന് ഒരു ധാരണ ബാർ മുതലാളിമാരും മദ്യരാജാക്കന്മാരും ഇടതുമുന്നണിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്രഖ്യാപിത സൂചനകളാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്നാണ് VM സുധീരനും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നത്. ഈ വിഷയത്തിൽ ഗ്രൂപ്പ് വ്യത്യാസമൊക്കെ മറന്ന് CPM-നെ മാത്രം, അല്ലെങ്കിൽ CPM-നെ കടന്നാക്രമിക്കുകയാണ് ഇന്നലെയും ഇന്നുമായി കോൺഗ്രസ് നേതാക്കൾ ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കടുത്ത പോരാട്ടത്തിൽ UDF-ന് മദ്യത്തിൻ്റെ ലഹരിയിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമോ, അതിൻ്റെ ഒരു ഊക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് മാത്രമേ അവരെ സംബന്ധിച്ച് നോക്കാനുള്ളൂ. അതാണ് ഉമ്മൻചാണ്ടിയും സുധീരനൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബിന്ദുകൃഷ്ണ ഈ ബാറ് പൂട്ടിയതിൻ്റെ ഗുണഗണങ്ങൾ ഇവിടെ വർണ്ണിക്കുന്നത് കേട്ടു. ബിന്ദുകൃഷ്ണയുടെ അറിവിലേക്ക് 2 കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നു. കൂടുതൽ കണക്കുകൾ വേണമെങ്കിൽ പറയാം. ഒന്ന്, ബിന്ദുകൃഷ്ണയുടെ നേതാവായിട്ടുള്ള AK ആന്റണിയാണ് പറഞ്ഞത്. നേരത്തെ ചാരായ നിരോധനം നടപ്പാക്കിയ മുഖ്യമന്ത്രി ആന്റണിയാണ് പറഞ്ഞത് കേരളത്തിലെ 30% വീടുകളെങ്കിലും ബാറുകളായി മാറി ഇത് പൂട്ടിയതിൻ്റെ ഫലമായി എന്ന്. ബിന്ദുകൃഷ്ണ നിഷേധിക്കുമോ? ആന്റണി പറഞ്ഞ കാര്യം നിഷേധിക്കാനാവുമോ? AK ആന്റണി പറയുന്നു, ഈ പറഞ്ഞ ബാറ് പൂട്ടിയ കൊട്ടിഘോഷിച്ച നടപടികൾ കൊണ്ട് ഗുണമുണ്ടായില്ലെന്ന് മാത്രമല്ല ദോഷമുണ്ടായി, വീടുകൾ ബാറുകളായി. സീറോ മലബാർ സഭയുടെ മുഖപത്രമായിട്ടുള്ള ലേറ്റീവ് വോയിസ് എഴുതിയിട്ടുള്ള മുഖപ്രസംഗം ബിന്ദുകൃഷ്ണ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ആ മുഖപ്രസംഗത്തിൽ പറയുന്നത് എന്താ? നേരത്തെ ബാറിൽ പോയി ഒരു ബെഗ് കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ വീട്ടിൽ വന്ന് ഫുള്ള് കഴിക്കാൻ തുടങ്ങി എന്നാണ്.
അതാണ് മറ്റേ സീറോ മലബാർ സഭ രൂക്ഷമായിട്ടാണ് വിമർശിച്ചിട്ടുള്ളത് ഈ സർക്കാരിൻ്റെ നടപടികളെ. ഇതൊന്നും നമുക്ക് കാണാതിരിക്കാൻ കഴിയുമോ? ഇനി കണക്കുകൾ പറയാം. എന്താ യഥാർത്ഥത്തിലുണ്ടായത്? 739 ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചത് ശ്രീമതി ബിന്ദു കൃഷ്ണ നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ എന്നിട്ട് മദ്യനിരോധനത്തെക്കുറിച്ച് പുരപ്പുറത്ത് കയറി എന്ന് പ്രസംഗിക്കുകയാണോ? എന്താ നിങ്ങൾ കരുതുന്നത്? ഈ ആളുകളെല്ലാം വിഡ്ഢികളാണെന്നാണോ ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ വേണ്ടി? നിങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടാണ് 739 ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ബിയറിന്റെ വിൽപ്പന വർദ്ധിച്ചു. 8.5 ലക്ഷം കേസാണ് ഒരൊറ്റ കൊല്ലം കൊണ്ട് വർദ്ധിച്ചിട്ടുള്ളത്. എന്നിട്ട് മദ്യത്തിന്റെ ഉപഭോഗം ഇവിടെ കുറഞ്ഞോ? മദ്യത്തിന്റെ ലഭ്യത ഇവിടെ കുറഞ്ഞോ? അപ്പോൾ വാദം എന്താണ്? ബിയർ ഇത് ലഹരി കുറഞ്ഞതാണ്, തീവ്രത കുറഞ്ഞതാണ് എന്നുള്ളതാണ്. അത്ര ഫിറ്റാകുന്ന സാധനമല്ല ബിയർ എന്ന ന്യായമാണ് ഉയർത്തുന്നത്. നിങ്ങളുടെ തന്നെ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള കേരള ആൽക്കഹോൾ സ്റ്റഡി ടീമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിന്റെ മേധാവി ഡോക്ടർ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ എന്താണ് കേരള ആൽക്കഹോൾ സ്റ്റഡി ടീമിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? കേരളത്തിൽ +2 വിദ്യാർത്ഥികളിൽ 30% ആളുകൾ മദ്യം ഉപയോഗിക്കുന്നവരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ തന്നെ 19.5 വയസ്സിൽ ശരാശരി മദ്യപാനം തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കുക വഴി ചെയ്തതെന്താ? നിങ്ങൾ വീര്യം കുറഞ്ഞ മദ്യത്തിലൂടെ മദ്യപാനത്തിന്റെ വലിയ ലോകത്തിലേക്ക് ഒരു തലമുറയെ മുഴുവൻ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. സുപ്രീം കോടതി അംഗീകരിച്ചു ഈ മദ്യനയം. ഹൈക്കോടതി ആദ്യം അംഗീകരിച്ചു, സുപ്രീം കോടതി പിന്നീട് അംഗീകരിച്ചു. മറ്റ് സംസ്ഥാനങ്ങൾ ഇതിന് സമാനമായ നയം രൂപീകരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുകയാണ്. മദ്യലഭ്യത കുറച്ചുകൊണ്ടുവരാനുള്ള സർക്കാരിന്റെ നീക്കത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഹൈക്കോടതി ഈ പ്രധാനപ്പെട്ട ഉത്തരവിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാന വിഷയമായി തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും. നയം നടപ്പാക്കുന്ന കാര്യത്തിൽ ഈ നയം ഭാവിയിൽ എങ്ങനെ നടപ്പാക്കുമെന്നൊരു ചോദ്യം ഉന്നയിക്കുകയാണെങ്കിൽ എന്തായാലും ഇടതുമുന്നണി അതിന് മറുപടി പറയണമല്ലോ. ആ മറുപടി എന്തായിരിക്കും എന്നാണ് ബിന്ദു കൃഷ്ണ ചോദിച്ചത്. ഒറ്റ വാക്കിൽ ബിന്ദു കൃഷ്ണ ചോദിച്ചത്, ഈ അടച്ചിട്ട ബാറുകൾ നിങ്ങൾ തുറക്കുമോ? യെസ് ഓർ നോ എന്നാണ് അതിന് മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ല, ആ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയുമില്ല, ഒരു വിലയുമില്ലാത്ത ചോദ്യമാണ്. കാരണം എന്താണെന്നറിയോ? ബാർ അടച്ചപ്പോൾ അതിനെ പിന്തുണച്ചവരാണ് CPIM. അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായിട്ടാണ് പിന്തുണച്ചത് അടച്ച നടപടിയെ. എത്ര ആത്മാർത്ഥതയില്ലാത്ത എന്ത് തമ്മിൽ തല്ലിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾ ബാർ അടച്ചിട്ടുള്ളതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന നിലപാട് ഇന്നലെ കോടിയേരി വ്യക്തമാക്കിയിട്ടില്ലേ? പച്ച മലയാളത്തിൽ ഇവരെല്ലാം പറഞ്ഞിട്ടും ബിന്ദു കൃഷ്ണയ്ക്ക് മനസ്സിലാവില്ലെങ്കിൽ ഒരു മാർഗ്ഗമില്ല. ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ പറ്റൂ. ബിന്ദു കൃഷ്ണയെ പോലെ ഉറക്കം നടിക്കുന്ന ആളുകളെ ഉണർത്താനാവില്ല. അവർക്ക് അറിയാത്തത് കൊണ്ടല്ലല്ലോ, അവർ ഉറക്കം നടിക്കുകയല്ലേ. ഈ ബാറ് പൂട്ടിയ നടപടിയെ CPIM സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ CPIMനോട് ഇനി നിങ്ങൾ വന്നാൽ ബാറ് തുറക്കൂ എന്ന് ചോദിക്കുന്നതിന് എന്തർത്ഥാണുള്ളത്? ഇതേ വിഡ്ഢി ചോദ്യമല്ലേ ചാരായ നിരോധനത്തെക്കുറിച്ച് അന്ന് ചോദിച്ചത്? നിങ്ങൾ വന്നാൽ ചാരായ നിരോധനം പിൻവലിക്കുമെന്ന് ചോദിച്ചു. ഉണ്ടായോ? പിൻവലിക്കലുണ്ടായോ? ശ്രീമതി ബിന്ദു കൃഷ്ണ മറുപടി, ചാരായ നിരോധനത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയായിരുന്നു പറഞ്ഞത്. LDF അധികാരത്തിൽ വന്നാൽ ചാരായ നിരോധനം റദ്ദാക്കപ്പെടും, കേരളത്തിൽ മദ്യം ഒഴുക്കും. പക്ഷേ ഇടതുമുന്നണി അധികാരത്തിൽ വന്ന ശേഷവും ആ വിഷയത്തിൽ തൊട്ടിട്ടില്ല. സമാന സാഹചര്യമാണ് ഇവിടെയും ഉള്ളത്. ഇതിലെ പൊള്ളത്തരം ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് ഇടതുമുന്നണി നേതാക്കൾ വിശദീകരിക്കുന്നത്. ഈ വിശദീകരണത്തിൽ ഒട്ടും തൃപ്തിയില്ലേ നിങ്ങൾക്കാർക്കും? 1996-ന് ശേഷമുള്ള സാഹചര്യം, സമാന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുതെന്ന് കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. എന്തായിരുന്നു അന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത്? അവർ ചാരായ നിരോധനം UDF ഗവൺമെന്റ് നയത്തെ മാറ്റിയില്ല. പക്ഷേ യഥേഷ്ടം വ്യാജ ചാരായം ഒഴുക്കുവാനുള്ള സാഹചര്യം ഈ സമൂഹത്തിൽ, ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കി. അബ്കാരി മുതലാളിമാർ വലിയ സാമ്പത്തിക, ഞങ്ങളുടെ നാട്ടിൽ ആശുപത്രിയിൽ കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്ന ആള് കേരളത്തിൽ കോടീശ്വരനായി മാറി. അതുപോലെ കേരളം മുഴുവൻ പലയിടത്തും ഉണ്ടായി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ EK നായരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ P ശശിക്കെതിരായി കേരളീയ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ശ്രീ MB രാജേഷ് മറന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആരും മറന്നിട്ടില്ല. ഇനിയിപ്പോൾ പോകട്ടെ, ഞാൻ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഉറക്കം നടിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, എങ്കിലും ചോദിക്കുന്നു, ഈ ബാറുകൾ പൂട്ടിയത് തുറക്കുമോ അടയ്ക്കുമോ? ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസ്താവന അത് സംശയത്തിന് അതീതമായി പറഞ്ഞതല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. മാത്രവുമല്ല, ഞാൻ ചോദിക്കട്ടെ, UDF ഗവൺമെന്റാണ് ബാറുകൾ കൂടുതൽ കൊടുത്തതെന്ന് പറയുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ LDF ഗവൺമെന്റ് ശ്രീ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കേരളത്തിൽ 153 ബാറുകൾ പുതുതായി തുറന്നു. കേരളത്തിലെ ഇന്നത്തെ UDF ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒരൊറ്റ ബാറുകൾ തുറന്നിട്ടില്ല ഗവൺമെന്റിന്റേതായിട്ട്. നിങ്ങളുടെ കാലത്ത് ബിവറേജ് ഔട്ട്ലെറ്റുകൾ പെട്ടിക്കട തുടങ്ങുന്ന പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുറന്നില്ലേ? ഞങ്ങളുടെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരൊറ്റ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടില്ല.
മാത്രവുമല്ല ഓരോ വർഷവും 10% വെച്ച് ഞങ്ങളുടെ മദ്യനയത്തിന്റെ ഭാഗമായി പൂട്ടി 2 തവണ ഒക്ടോബർ 2-ാം തീയതി ഞങ്ങൾ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടി. മാത്രമല്ല മദ്യം വിൽക്കുന്നുള്ള സമയം കുറച്ചു. അതുപോലെ തന്നെ മദ്യം വാങ്ങാനുള്ള പ്രായം കുറച്ചു. കുട്ടികൾ യൂണിഫോം ഇട്ടുകൊണ്ട് ബാറിൽ നിന്ന് മദ്യം വാങ്ങുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ പരമാവധി കുറയ്ക്കുവാനുള്ള നടപടികൾ ഞങ്ങൾ എടുത്തു. 1957 ശ്രീ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുതൽ ഏറ്റവും അവസാനം ശ്രീ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വരെയുള്ള കാലഘട്ടങ്ങളിൽ LDFന്റെ ഗവൺമെന്റുകൾ എന്ത് നടപടിയെടുത്തു? നമ്മുടെ നാട്ടിൽ ചാരായവും മദ്യവും മയക്കുമരുന്നും ഒക്കെ തന്നെ സാമൂഹ്യ ജീവിതത്തെ തകർക്കുന്നതാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ ബുദ്ധിയെയും ജീവിതത്തെയും ഭാവിയെയും നശിപ്പിക്കുന്നതാണ്. അത്രയും വലിയ സാമൂഹ്യ തിന്മയെ നേരിടുവാൻ LDF എന്ത് നടപടി എടുക്കുന്നു എന്നറിയുവാൻ ഈ നാട്ടിലെ ജനങ്ങൾ ചോദിച്ചാൽ അതിന് വിഡ്ഢി ചോദ്യമെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ശ്രീ രാജേഷ്, അത് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മതിച്ചു തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദയവേത് അങ്ങ് ക്ഷമിക്കണം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒപ്പം MP രാജേഷ്, രണ്ടുപേരിലേക്കും ഞാൻ മടങ്ങി വരാം. ഫാദർ TJ ആന്റണി, നേരത്തെ രാജേഷ് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രശ്നമുണ്ട്. ഇക്കാര്യത്തിൽ KCBCയുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? എൻ്റെ കയ്യിലിരിക്കുന്നത് ലൈറ്റി വോയിസിൻ്റെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു പതിപ്പാണ്. ലൈറ്റി വോയിസിനെ പറ്റി നമ്മൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കത്തോലിക്ക സഭയിലെ അൽമായരുടെ കൂട്ടായ്മ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ മുഖപത്രമാണ്. ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യനാണ് അതിൻ്റെ ചീഫ് എഡിറ്റർ. നമുക്കറിയാം പാലാ, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ മേഖലയിലെ ബിഷപ്പുമാരടക്കം ഇതുമായി സഹകരിക്കുന്നവരാണ്. അതിൻ്റെ മദ്യനിരോധനം പിന്നാമ്പുറവും കാണാപ്പുറവും എന്നാണ് അതിലെ പ്രധാനപ്പെട്ട ലേഖനം. അതിൻ്റെ കവർ സ്റ്റോറി തന്നെ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മദ്യനിരോധനത്തിനായി മുറവിളി കൂട്ടിയ ചില സമുദായങ്ങളുടെയും മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയും വായടപ്പിച്ച് മൂലക്കിരുത്തുവാൻ അധികാരത്തിൻ്റെ പിൻബലത്തിൽ ആദർശത്തിൻ്റെ കപടവേഷധാരികൾക്കായി എന്നതല്ലേ സത്യം. ഇതിൻ്റെ പേരിൽ ചിലരെ ആദർശ സുധീരന്മാരാക്കി നാട്ടിലുടനീളം എഴുന്നള്ളിച്ചു നടത്തിയതിൻ്റെ കുറ്റബോധവും പാപഭാരവും ഇന്നിപ്പോൾ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കും ക്രൈസ്തവരുൾപ്പെടെ വിവിധ സമുദായങ്ങൾക്കുമുണ്ട്. എന്താണ് KCBCയുടെ മദ്യവിരുദ്ധ സമിതിയുടെയും ഒക്കെ ഇക്കാര്യത്തിലെ നിലപാട്? ഈ മദ്യനയം പാളിപ്പോയി എന്ന് ഇപ്പോൾ തുറന്നു സമ്മതിക്കുകയാണോ കത്തോലിക്ക സഭയും അതിൻ്റെ മദ്യവിരുദ്ധ സമിതിയുമൊക്കെ? ലൈറ്റി വോയിസിൽ വരുന്ന ഒരു ലേഖനമാണ് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മദ്യനയമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൈറ്റി വോയിസിൽ വന്ന അഭിപ്രായങ്ങൾ, ലേഖനം, നിലപാടുകൾ, അതിൻ്റെ എക്സ്പ്ലനേഷൻ, വിശദീകരണം ചോദിക്കേണ്ടത് ലൈറ്റി വോയിസിന്റെ പത്രാധിപ സമിതിയോടും അത് ഓൺ ചെയ്യുന്ന രൂപതയോ സംവിധാനങ്ങളോടുമാണ്. KCBC മദ്യവിരുദ്ധ സമിതിയുടെയും കേരള സഭയുടെയും മദ്യവിരുദ്ധ നിലപാടിന് ഇതേവരെ യാതൊരു മാറ്റവും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതുവരെ വന്നിട്ടില്ല എന്ന് വളരെ വിനീതമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലൈറ്റി വോയിസിലെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുവാനോ യോജിക്കുവാനോ വിയോജിക്കുവാനോ അതിന്റെ പത്രാധിപ സമിതിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടാവുക ചെയ്തുകൊള്ളട്ടെ. അത് അവരുടെ മാത്രം അഭിപ്രായമാണ്. അത് കത്തോലിക്ക സഭയുടെ അഭിപ്രായമല്ല എന്ന് അടിവരയിട്ട് 3 പ്രാവശ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് ഞാനിവിടെ വന്നതിന് ശേഷം കേട്ട ചില ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒന്ന് ഇടപെട്ട് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടിയല്ല. KCBC മദ്യവിരുദ്ധ സമിതി അടക്കമുള്ള 10-30ഓളം മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മദ്യവിരുദ്ധ നിലപാട്, കേരളത്തിൽ മദ്യത്തിന്റെ ഉപയോഗം കൂടുന്നു, മദ്യത്തിന്റെ ലഭ്യത കുറയണം എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ മദ്യത്തിന് ലഭ്യത കുറയുന്ന ഒരു നിലപാട് UDF സർക്കാർ കൊണ്ടുവന്നു. അതിന്റെ ഫലമായി ഇവിടെ മദ്യത്തിന് ലഭ്യത കുറഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് എൻ്റെ കയ്യിലുള്ള കണക്കുകൾ കേരളത്തിലെ ബിവറേജസ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ വന്ന കണക്കുകൾ തന്നെയാണ്. പിന്നെ ഇവിടെ മദ്യനിരോധനമാണോ മദ്യവർജനമാണോ എന്നൊക്കെ ഇടതു വലതു മുന്നണികൾ ചർച്ച ചെയ്യുമ്പോൾ അത് നിങ്ങൾ KCBC അല്ല ബോധ്യപ്പെടുത്തേണ്ടത്, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. കാരണം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മദ്യനിരോധനം, മദ്യവർജനം, അതിനപ്പുറത്തേക്ക് പോകുന്ന മദ്യത്തിന്റെ ലഭ്യത കുറയുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാവണം. ശ്രീ MP രാജേഷിനോട് വിനയപൂർവ്വം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി 10-60-70 വർഷങ്ങളായി മദ്യവർജനമാണ് ഞങ്ങളുടെ നയമെന്ന് അങ്ങും അങ്ങരെ പാർട്ടിയും പറയുന്നു. ഈ മദ്യവർജന നയം മൂലം എത്ര ശതമാനം മദ്യത്തിന്റെ വിൽപ്പന കേരളത്തിൽ കുറഞ്ഞു?
ഒരു മദ്യശാലയെങ്കിലും അടയുന്ന അവസ്ഥ ഉണ്ടായോ? ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ UDFന്റെ മദ്യനയത്തെ പരിപൂർണമായും KCBC പിന്തുണയ്ക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഇവിടെ വ്യാപകമായി ബിയർ വൈൻ പാർലർ തുറന്നു, അത് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പക്ഷേ ഇവിടെ വീര്യം കൂടിയ മദ്യത്തിന്റെ വിൽപ്പന 5,37,00,000 ലിറ്റർ കുറഞ്ഞിരിക്കുന്നു. 24% വീര്യം കൂടി മദ്യം വിൽപ്പന കുറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ഓർക്കുക, ബിയറിന്റെ വിൽപ്പന കൂടി, ഞാൻ മറച്ചു വെക്കുന്നില്ല, 5,42,00,000 ബിയറിന്റെ വിൽപ്പന കൂടി. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് 20% മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞു എന്നുള്ളത് കണക്കാണ്. ഈ കണക്കുകളെ ആർക്കും ഖണ്ഡിക്കാൻ കഴിയുകയില്ല. ഇതിന്റെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ ലോകാരോഗ്യ സംഘടന മുൻപോട്ട് വെക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് അവരുടെ ആഗോള മദ്യനയത്തിലൂടെ. അതായത് ഓരോ വർഷവും 1% മദ്യത്തിന്റെ വിൽപ്പന കുറച്ചുകൊണ്ട് 10 വർഷം കൊണ്ട് 10% മദ്യത്തിന്റെ വിൽപ്പന കുറയ്ക്കുക. എന്നാൽ കഴിഞ്ഞ 18 മാസം കൊണ്ട് കേരളത്തിൽ അത് 20% മാറി എന്നുള്ളത് കണക്കാണ്. അപ്പൊ ഫാദർ ടി ജെ ആന്റണി, ഇക്കാര്യത്തിൽ MP രാജേഷിന് മറുപടി നൽകാനുണ്ടാവും. സ്വാഭാവികമായും മദ്യവർജന പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോയിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു മദ്യശാല അടയ്ക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് MP രാജേഷിന് ഒരു മറുപടി ഉണ്ടാകുമല്ല. മറുപടി കേട്ടതിന് ശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാം. തീർച്ചയായിട്ടും ഫാദർ എന്നോട് ചോദിച്ചതിനേക്കാൾ അല്പം കൂടി കൂടുതൽ വിനയത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, കൂടുതൽ ആദരവോടെ അദ്ദേഹത്തോട് ചോദിക്കട്ടെ. അദ്ദേഹം ചോദിച്ചു, മദ്യവർജനം കൊണ്ട് എവിടെയെങ്കിലും മദ്യത്തിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. മദ്യവർജനത്തിന് വേണ്ടിയാണ് അദ്ദേഹം കൂട്ടരൊക്കെ നിലകൊള്ളുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മദ്യവർജനത്തെ ഇപ്പോൾ അദ്ദേഹം തള്ളിപ്പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, വ്യക്തത വന്നില്ല കാര്യത്തിൽ. പോട്ടെ, ഞാൻ ചോദിക്കുന്നത്, മദ്യനിരോധനത്തിൻ്റെ പേരിൽ, മദ്യനിരോധനം കൊണ്ട് എവിടെയെങ്കിലും മദ്യത്തിൻ്റെ ലഭ്യത ഇല്ലാതായിട്ടുണ്ടോ? മദ്യത്തിൻ്റെ ഉപയോഗം ഇല്ലാതായിട്ടുണ്ടോ? എന്തായിരുന്നു മദ്യനിരോധനത്തിൻ്റെ അനുഭവം എന്നുകൂടി ഫാദർ വിശദീകരിച്ചാൽ, വ്യക്തത വരുത്തിയാൽ, എനിക്കിത്തരം കാര്യങ്ങളിലുള്ള അറിവിൻ്റെ പരിമിതി കൊണ്ടുകൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞാൽ, എൻ്റെ സംസാരം കഴിഞ്ഞ ശേഷം അദ്ദേഹം അത് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ആദരവോടെ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ കണക്കുകൾ മറച്ചുകൊണ്ട് ഫാദർ പറഞ്ഞ 20% ഉപഭോഗം കുറഞ്ഞതിൻ്റെ കണക്കുകളുടെ ആധികാരികത പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. മറിച്ചുള്ള കണക്കുകളുണ്ട്. ഇപ്പോൾ 2014-15 ഏപ്രിൽ മാസത്തിൽ വിദേശ മദ്യ വിൽപ്പന 1780.52 കോടി. എന്നാൽ ഈ പൂട്ടിയതിന് ശേഷം 15-16 ഏപ്രിൽ മാസത്തിൽ വിദേശ മദ്യ വിൽപ്പന 1999.05 കോടി. 218 കോടി രൂപയുടെ വർധനവ് വിദേശ മദ്യ വിൽപ്പനയിലൂടെയുള്ള വരുമാനത്തിലുണ്ടായി. ഇങ്ങനെയുള്ള കണക്കുകൾ ധാരാളമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അത് ഞാൻ തൽക്കാലം അവിടെ നിർത്തുന്നു. ഇനി KCBCയുടെ എതിർപ്പ്, ബിന്ദു കൃഷ്ണയുടേത് രാഷ്ട്രീയ ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. പറഞ്ഞ കാര്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടും അവർ മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുന്നു. വേറെ ഏതെങ്കിലും ഭാഷയിലും വേണമെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഫാദർ ഇക്കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനോട് പ്രതികരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നോക്കൂ, മദ്യത്തിൻ്റെ ഉപഭോഗം, വിൽപ്പനയിലൂടെയുള്ള വരുമാനം കൂടി എന്ന് കണക്ക്. ബിയറിൻ്റെ വിൽപ്പന വർദ്ധിച്ചു എന്ന് ഫാദർ തന്നെ സമ്മതിച്ചു. 8.66 ലക്ഷം കേസ് വർദ്ധിച്ചു ബിയറിൻ്റെ വിൽപ്പന. ബിയറും മദ്യമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിലൂടെ ചെറുപ്പക്കാരെ വീര്യം കൂടിയ മദ്യത്തിൻ്റെ ലോകത്തിലേക്ക്, തെറ്റായ വഴിയിലേക്ക് നയിക്കാനാണത് ഇടയാക്കുക എന്നുള്ളത് ഫാദർ തന്നെ സംബന്ധിച്ചല്ലോ. അതിനോട് യോജിപ്പില്ല എന്നുള്ളത് അതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇനി മദ്യം മാത്രമാണോ? ലഹരിക്കാകെ എതിരല്ലേ KCBC? ആകെ ലഹരിക്കെതിരായിട്ടല്ലേ ഫാദറും കൂട്ടരും ഒക്കെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് അനുഭവം? എന്താണ് കഞ്ചാവിൻ്റെ, അതുപോലെ അബ്കാരി കേസുകളുടെ എല്ലാം ഡാറ്റ നമ്മുടെ കൈവശമുണ്ടല്ലോ. ഇപ്പോൾ കഞ്ചാവ് വിൽപ്പന വലിയ തോതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഉള്ള കണക്കുകൾ കാണിക്കുന്നത് വൻതോതിൽ കഞ്ചാവ് വിൽപ്പന വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഞ്ചാവ് കേസുകൾ വർദ്ധിച്ചിരിക്കുന്നു. പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരുന്ന പിന്നെ എങ്ങനെയാ? ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ വിഷയം. കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ എനിക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യല്ലേ? അക്കാര്യത്തിൽ ഫാദർ TJ ആന്റണിക്ക് ഒരു മറുപടി ഉണ്ടാവും. അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും 1-2 കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എനിക്കും തോന്നി. കാരണം KCBC മദ്യവിരുദ്ധ സമിതിയെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാണ്. ഇവിടെ മദ്യനിരോധനമുണ്ടാവണം, മദ്യവർജനമുണ്ടാവണം, ഇത് രണ്ടും ഉണ്ടാവണം. അല്ലാതെ ഏതെങ്കിലും ഒന്നും ഉള്ളതുകൊണ്ട് മാത്രം കഴിയുകയില്ല.
പക്ഷേ KCBC മധ്യപ്രദേശ സമിതി ഉൾപ്പെടെ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു ത്രിമാന പദ്ധതിയിലൂടെയാണ്. അത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഒരു പോളിസിയാണ്. 1 ഡിമാൻഡ് റിഡക്ഷൻ, 2 സപ്ലൈ റിഡക്ഷൻ, 3 റിസ്ക് റിഡക്ഷൻ, ബോധവൽക്കരണത്തോടെ മദ്യത്തിന്റെ ഇതിനുള്ള ബോധവൽക്കരണം, അതാണ് ഡിമാൻഡ് റിഡക്ഷൻ. 2 സപ്ലൈ റിഡക്ഷൻ, മദ്യത്തിന്റെ ലഭ്യത കുറയണം, അതിന് സഹായിക്കുന്ന ഒന്നാണ് മദ്യനിരോധനം. 3 ലഹരിക്ക് അടിമപ്പെട്ടവരെ മോചിപ്പിക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടാവണം. ഇത് 3ഉം കൂടി ഒരുമിച്ച് വന്നാൽ മാത്രമേ ഒരു നാട്ടിൽ മദ്യത്തിന്റെ ലഭ്യത കുറയുകയും അവയർനെസ് ഉണ്ടാവുകയും ഹാം കുറയുകയും ചെയ്യുകയുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറയുന്നത് അപക്വമാണ്. അപ്പൊ അതാണ് KCBCയുടെ നിലപാട്. ഇത് 3ഉം കൂടി ഒരുമിച്ച് പോകണമെന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ മദ്യവർജനം മാത്രം മതി എന്ന് പറയുന്നത് അതൊരു വ്യക്തി എടുക്കേണ്ട തീരുമാനമല്ലേ സുഹൃത്തെ? അപ്പോൾ എന്നെ ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ ഞാനതിനെ കല്ലെടുത്തെറിയുന്നത് ഇവിടെ പട്ടി കടിക്കാൻ വരുമ്പോൾ കല്ലെറിയണോ നിയമം ഉള്ളത് കൊണ്ടല്ല, അത് എനിക്ക് ഹാംഫുൾ ആയതുകൊണ്ടാണ്, എന്നെ അപകടകരമായത് കൊണ്ടാണ്. അത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ ജനങ്ങളെ അനുവദിക്കുക. ഞാൻ നേരത്തെ ചോദിച്ചത് ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ 10-60 വർഷമായി കേരളത്തിൽ മദ്യവർജനം പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരു തുള്ളി മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞില്ലല്ലോ, ഒരു തുള്ളി ലിറ്ററിന്റെ അളവ് പോലും കുറഞ്ഞില്ലല്ലോ. അവിടെയാണ് ഞാൻ പറഞ്ഞ കണക്ക്. ഇവിടെ മദ്യനിരോധനമില്ല, ഞാൻ സമ്മതിക്കുന്നു. കർശനമായ മദ്യ നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്. ഈ മദ്യ നിയന്ത്രണ സംവിധാനങ്ങൾ തെറ്റായിരുന്നു എന്ന് ശ്രീ MP രാജേഷ് അഭിപ്രായമുണ്ടോ? ഇവിടെ LDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാപ്ഷൻ ഉണ്ട്. ശ്രീ MP രാജേഷ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മിക്കതും അദ്ദേഹം അംഗീകരിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. പിന്നെ അല്ലല്ല, മദ്യവർജനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. KCBCയും ഒക്കെ മദ്യവർജനത്തിന്റെ പ്രചാരകരായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ മദ്യവർജനത്തെ തള്ളിപ്പറയുന്ന നിലയിലേക്ക് അദ്ദേഹം എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. മദ്യവർജനം വ്യക്തിയെടുക്കേണ്ട തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ KCBCയെ പോലുള്ള സംഘടനകൾ ഇത്രകാലം നടത്തിയിട്ടുള്ള പ്രചരണത്തെ തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. അവിടെ അത് ഓരോ വ്യക്തി മാത്രം എടുക്കേണ്ട തീരുമാനമാണെങ്കിൽ നിങ്ങളുടെ പ്രചരണത്തിന് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോൾ എനിക്കത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വ്യക്തത വരുന്നില്ല. മദ്യവർജനം വ്യക്തിപരമായിട്ടാണ് ഓരോരുത്തരും എടുക്കേണ്ടതെങ്കിലും ആ വ്യക്തിപരമായ തീരുമാനം എടുപ്പിക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിന്റെ പങ്കിനെ ഫാദർ തള്ളിപ്പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് തള്ളിപ്പറയാനാവില്ല. കാരണം അങ്ങനെ മദ്യവർജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ വക്താവാണല്ലോ അദ്ദേഹം. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ LDF നിലപാടിനെ തള്ളിപ്പറയുന്നതിൽ എന്താ ന്യായം? ഞാൻ ചോദിക്കട്ടെ, അപ്പൊ LDF നിലപാട് തെറ്റാന്ന് പറയാം. ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കാമോ? അല്ലല്ല, എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ഫാദർ സംസാരിക്കുമ്പോൾ ഞാൻ ക്ഷമയോടെ കേട്ടിരുന്ന ആളാണ് ഫാദർ. അല്ലല്ല ഫാദർ, അങ്ങ് സംസാരിക്കുമ്പോൾ ക്ഷമയോടെ കേട്ടിരുന്ന ഒരാളാണ്. ദയവ് ചെയ്ത് കുറച്ചുകൂടി ഞാനൊന്ന് പൂർത്തിയാക്കുന്നത് വരെ അങ്ങ് കാത്തിരിക്കണം. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം മദ്യവർജനത്തിന് ഉതകുന്ന വലിയ ബോധവൽക്കരണ പ്രസ്ഥാനം, ഒരു ബഹുജന പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ അനുഭവം കേരളത്തിനുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റിയത് എങ്ങനെയാണ്? ഓരോ വ്യക്തിയും സ്കൂളിൽ പോട്ടെ എന്ന് തീരുമാനിച്ചിട്ടല്ല. അത് വലിയൊരു ബഹുജന പ്രസ്ഥാനത്തിലൂടെയാണ് അത് നടപ്പാക്കിയിട്ടുള്ളത്. കുടുംബശ്രീ പോലുള്ള വലിയ കൂട്ടായ്മകളുണ്ട്, വലിയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരു വൻ ബഹുജന പ്രസ്ഥാനം KCBCക്ക് അതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും. KCBC, കുടുംബശ്രീ, രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു വലിയ ബഹുജന പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവരിക. അതാണ് ഒന്ന്, മദ്യവർജനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ബഹുജന പ്രസ്ഥാനം. 2, മദ്യത്തിന്റെ ലഭ്യത ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുക. UDF പറയുന്നത് 10 വർഷം കൊണ്ട് എന്നുള്ള കാര്യമല്ലേ പറയുന്നത്? ഞങ്ങളും പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കണം എന്നുള്ളതാണ്. അതാണോ പ്രായോഗികം? അതോ പേരിന് നിരോധനം ഏർപ്പെടുത്തുകയും എന്നിട്ട് ഇഷ്ടം പോലെ കള്ളവാറ്റ് നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ഇഷ്ടം പോലെ കഞ്ചാവ് വിൽപ്പന നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും നടത്തുകയാണോ പ്രായോഗികം? ലോകത്തൊരിടത്തും മദ്യനിരോധനം വിജയിച്ചിട്ടില്ല എന്ന അനുഭവം നമ്മൾ കാണണം. ആ അനുഭവത്തിന് നേരെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള, ഞാൻ ഫാദറിൻ്റെ കാര്യമല്ല പറയണത്, ശ്രീമതി ബിന്ദു കൃഷ്ണനെ പോലുള്ള ആളുകൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് വലിയ ആദർശം പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി, ഞാൻ അവർക്കൊന്നും മറുപടി പറയുന്നില്ലെന്ന് വിചാരിച്ചതാണ്. അടൂർ പ്രകാശ് കേരളത്തിൽ പ്രമുഖനായിട്ടുള്ളൊരു ബാർ ഉടമയാണ് എന്നറിയണം. ലൈസൻസ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിലല്ലെന്ന് മാത്രം വാദിക്കാം, ഭാര്യയുടെ പേരിലാണ് എന്ന് വാദിച്ചേക്കാം എന്ന് മാത്രമേ ഉള്ളൂ.
ശ്രീ കെ അച്യുതൻ UDF MLA ആണ്, അദ്ദേഹത്തിന് മദ്യ വ്യാപാരവുമായിട്ടുള്ള ബന്ധം എന്ന് എല്ലാവർക്കും അറിയാം. അവരെയൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് ബിന്ദു കൃഷ്ണയെ പോലുള്ള ആളുകൾ ദയവ് ചെയ്ത് ഈ മദ്യവിരുദ്ധത ചമയരുത്. ഇത് ചില സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ പരിഹാസ്യമായിട്ടാണ് അനുഭവപ്പെടുക. ഫാദർ, മറുപടി പറയുന്നതിനും അതിനോടൊപ്പം ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽ, ഈ കഴിഞ്ഞ KCBCയുടെയൊക്കെ യോഗത്തിൽ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി വിശ്വാസികളൊക്കെ മദ്യനയം കൂടി കണക്കിലെടുക്കണം വോട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്നുകൂടി പറഞ്ഞത്, വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഓർക്കുകയായിരുന്നു. അടിസ്ഥാനപരമായി ഇപ്പോൾ MP രാജേഷിന് അടക്കമുള്ളവർ പലതവണ അത് ചോദിക്കാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ് എന്ന് തോന്നുന്നു. UDFന്റെ മദ്യനയം KCBC അംഗീകരിക്കുകയും മദ്യവർജനം എന്നതൊരു നയമായി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക വഴി ഫലത്തിൽ UDFനെ പിന്തുണയ്ക്കുകയല്ലേ രാഷ്ട്രീയമായി കൂടി എന്നതാണ് ഇവിടെ ഉയരുന്ന സംശയം. അതിനുകൂടി ഒന്ന് രാജേഷിന്റെ ചോദ്യത്തോടൊപ്പം ആ വിഷയത്തിനു കൂടി മറുപടി പ്രതീക്ഷിക്കുന്നു താങ്കളിൽ നിന്നും. കേരളത്തിലെ മദ്യവിഷയത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചോ മറ്റൊന്നും ഇന്നേവരെ KCB ചർച്ച ചെയ്തിട്ടില്ല. ഇത് സാമൂഹിക വിഷയമാണ് എന്ന് തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ അവസാനം വരാമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യം, ഞാൻ ഒരിക്കലും ബോധവൽക്കരണത്തിൻ്റെ മദ്യ വർജനത്തിന് ഉപയുക്തമാകുന്ന ബോധവൽക്കരണത്തിൻ്റെ പ്രസക്തി തള്ളിക്കളയുകയല്ല. ഞാൻ ചോദിച്ചത്, ഇവിടെ ബോധവൽക്കരണം നടത്തിയത് കൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യത കേരളത്തിൽ 1% പോലും കുറഞ്ഞിട്ടില്ല. ഒരുപാട് വ്യക്തികൾ മാറിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ആ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മദ്യ നിരോധനവും മദ്യവർജനവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ പോകണം. അപ്പോൾ മദ്യനിരോധനം വേണ്ട, മദ്യവർജനം മാത്രം മതി എന്ന് പറയുമ്പോൾ അവിടെ ചില അപാകതകളുണ്ട്. എനിക്ക് മനസ്സിലാകാത്ത ചില കാര്യമുണ്ട്. ഇവിടെ കേരളത്തിൽ ഇന്ന് മദ്യനിരോധനത്തിന്റെ സാഹചര്യമില്ല. നമ്മൾ ചർച്ച ചെയ്യരുത് പ്ലീസ്. ഇവിടെ മദ്യനിരോധനമില്ല. ഇന്ന് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 വർഷങ്ങൾ കഴിയുമ്പോൾ UDF അത് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക മാത്രമായി ചെയ്യുന്നത്. ഞാൻ വിനീതമായി ചോദിക്കുകയാണ്, ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന കർശനമായ മദ്യ നിയന്ത്രണ സംവിധാനങ്ങൾ LDF സർക്കാരിന്റെ മുന്നണികൾ തുടരുമോ? അതാണ് ഞങ്ങൾക്കുള്ള വിഷയം. ഇവിടെ ഒരു കാര്യമുണ്ട്. KCBCയുടെ നിലപാട് എന്നും മദ്യത്തിനെതിരെ ആര് നിലപാടെടുക്കുന്നുവോ അവരെ അനുകൂലിക്കുക എന്ന് തന്നെയാണ്. LDF എടുക്കട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യാം. UDF എടുക്കട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യാം. മറ്റു പ്രസ്ഥാനങ്ങൾ എടുക്കട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യാം. അത് KCBC അല്ല സപ്പോർട്ട് ചെയ്യുന്നത്, അത് ജനങ്ങളുടെ മനസ്സാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സുപ്രീം കോടതി 2 പ്രാവശ്യം അടിവരയിട്ട ഒരു മദ്യനയം, ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ച ഒരു മദ്യനയം, ഇനി ബാറുകളൊന്നും തുറക്കപ്പെടില്ല എന്ന ചിന്തയിൽ പല മദ്യ മുതലാളിമാരും അതിൽ നിന്ന് പിൻവാങ്ങിയ ഒരു സാഹചര്യം, ഇവിടെയും ഈ കൊണ്ടുവന്നിരിക്കുന്ന നിയന്ത്രണങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടക്കുമോ എന്ന ആശങ്ക ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട്. അത് ദൂരീകരിക്കുവാൻ ഇന്നും ശ്രീ MP രാജേഷിന്റെ പാർട്ടികൾക്കോ നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള എന്തെങ്കിലും സൂചനകൾ താങ്കൾക്ക് തീർച്ചയായിട്ടും പറയാം. ഒരു മിനിറ്റ് അതിനോട് പ്രതികരിക്കട്ടെ. ഒരു മിനിറ്റ് ഞാൻ പറയാം. LDF അധികാരത്തിൽ വന്നാൽ മദ്യശാലകൾ തുറക്കുമെന്നുള്ളത് കുപ്രചാരണമാണ്. ഞാൻ പറയട്ടെ ശ്രീ MP രാജേഷ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് താങ്കൾക്ക് സംസാരിക്കാം. LDF അധികാരത്തിൽ വന്നാൽ ബാറുകൾ തുറക്കുമെന്നത് കുപ്രചാരണമാണ്. എങ്കിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ അത് കുപ്രചാരണം അല്ല, ഇത് ഞങ്ങളുടെ നയമാണ്, ഞങ്ങൾ ഒരു ബാറുകൾ പോലും തുറക്കില്ല, മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന് എന്തുകൊണ്ട് അന്തസ്സോടെ പറയുന്നില്ല? ശ്രീ പിണറായി വിജയൻ പറയുന്നു, മദ്യനിരോധനം മൂലം ഇവിടെ ഉണ്ടായ വലിയ അത്യാപത്ത്, ഈ കഴിഞ്ഞ 1.5 വർഷമായി കേരളത്തിൽ കൊണ്ടുവന്ന കർശനമായ മദ്യ നിയന്ത്രണ നയം മൂലം ഇവിടെ എന്ത് അത്യാപത്താണ് ഉണ്ടായത്? ഒരു അത്യാപത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത ഒന്നിനെ കെട്ടിച്ചമച്ചുകൊണ്ട് ആ നന്മ ചെയ്യാൻ നിങ്ങൾ എന്തിനു മടിക്കുന്നു? അതാണ് നിങ്ങളുടെ ചോദ്യം, അതാണ് ഞങ്ങളുടെ പ്രശ്നം. ശ്രീ രാജേഷ്, ഇക്കാര്യത്തിൽ KCBC മദ്യവിരുദ്ധ സമിതിയുടെ ആശങ്ക, സംശയം മാറുന്നതേയില്ല, തുടരുകയാണ്. ഈ വിഷയത്തിൽ CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ അത് ദുർബലമാണ് എന്നതാണ് ഫലത്തിൽ മദ്യവിരുദ്ധ സമിതിയും KCBCയും ഒക്കെ ഇപ്പോഴും വിലയിരുത്തുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ 3 തവണ ആവർത്തിച്ചു കഴിഞ്ഞു. ബാറ് പൂട്ടിയ ബാറ് തുറക്കുമോ എന്ന കാര്യത്തിലുള്ള നിലപാട് ഇന്നലെ കോടിയേരി വ്യക്തമാക്കി കഴിഞ്ഞു. നേരത്തെ തന്നെ ബാറ് പൂട്ടിയപ്പോൾ അതിനെ CPIM സ്വാഗതം ചെയ്തു കഴിഞ്ഞു.
ഇത്രയൊക്കെ ആയിട്ടും ബിന്ദു കൃഷ്ണയ്ക്ക് അത് മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളത്. ബിന്ദു കൃഷ്ണയെ പോലെ തന്നെ ഇപ്പോൾ ഫാദറിന് മനസ്സിലാവാതെ വരുമ്പോൾ അത് എങ്ങനെ രണ്ടുപേർക്ക് ഒരുപോലെ മനസ്സിലാവാതെ വരുന്നത് എന്നുള്ളത് വളരെ ദുരൂഹമായിട്ടിരിക്കുകയാണ്. കാരണം ഇത്രയൊക്കെ ആവർത്തിച്ചിട്ടും പിന്നെ ബിന്ദു കൃഷ്ണ ചോദിക്കുന്ന അതേ ചോദ്യം ഫാദർ എന്നോട് ചോദിക്കുമ്പോൾ അത് ഫാദറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞു പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു വൈരുദ്ധ്യം അക്കാര്യത്തിൽ തോന്നും. അത് അദ്ദേഹം വ്യക്തമാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത്രയും നേരം എനിക്കും അങ്ങനെ തോന്നിയത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. ഫാദർ ഒരു മദ്യ വിപത്തിനെതിരായിട്ട് വളരെ ഉറച്ച നിലപാടെടുക്കുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വളരെ ബഹുമാനപൂർവ്വമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അവസാനം ഒരേ ഭാഷയിൽ സംസാരിക്കുന്നത് പോലെ തോന്നി. അതൊരു പക്ഷേ അദ്ദേഹം ഇനി സംസാരിക്കുമ്പോൾ വ്യക്തത വരുത്തുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ നിലപാട് പറഞ്ഞു, ബാറുകൾ LDF വരുമ്പോൾ തുറക്കും എന്നാൽ LDF ആണ് വരിക എന്നുള്ള കാര്യത്തിൽ പൊതുവെ എല്ലാവർക്കും യോജിപ്പുണ്ട്. LDF അധികാരത്തിൽ വന്നാൽ ബാർ തുറക്കും എന്നത് കുപ്രചരണമാണ് എന്ന് കോടിയേരി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ പൂട്ടിയതിനെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ നിങ്ങൾ തുറക്കുമെന്ന് പിന്നെ ചോദിക്കുന്നതിൻ്റെ അതിലൊരു ദുഷ്ടലാക്കില്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തുറക്കുമെന്ന് ചോദിച്ചാൽ അതിലെന്താ അത് ദുഷ്ടലാക്കല്ലേ? ആ ദുഷ്ടലാക്ക് ബിന്ദു കൃഷ്ണയിൽ നിന്ന് രാഷ്ട്രീയ ലക്ഷ്യമുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഫാദറിന് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സംശയം ഉണ്ടാവുകയാണ്, ആശങ്ക ഉണ്ടാവുകയാണ്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഞങ്ങൾ ഫാദർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, മദ്യനിരോധനമില്ല. UDFും ബിന്ദു കൃഷ്ണയൊക്കെ സംസാരിക്കുന്നത് കേട്ടതൊന്നും ഇവിടെ ആകെ മദ്യം നിരോധിച്ച് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മദ്യനിരോധനമില്ല എന്ന് മാത്രമല്ല, മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചു എന്ന അവകാശവാദം പോലും തെറ്റാണ്. ഞാൻ പറഞ്ഞ കണക്കുകൾ ഫാദർ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഒരൊറ്റ വർഷം കൊണ്ട് ഏതാണ്ട് 200 കോടി രൂപയുടെ വർധനവ് മദ്യവിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നു എന്ന കണക്ക് ഒരു ഭാഗത്തുണ്ട്. 8 ലക്ഷം കേസിൻ്റെ വർധനവ് ബിയറിൻ്റെ വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നു എന്ന കണക്കുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല. മൂന്നാമത്തെ കാര്യം, 970 കഞ്ചാവ് കേസ് മദ്യനിരോധനത്തിന് ബാറ് പൂട്ടുന്നതിന് മുമ്പുണ്ടായിരുന്നുവെങ്കിൽ അത് 4015ആയി, 5 ഇരട്ടിയായിട്ട് ഒറ്റ വർഷം കൊണ്ട് കഞ്ചാവ് കേസ് കൂടി. മദ്യം മാത്രമാണ് ആപത്ത്, കഞ്ചാവ് സ്വാഗതം ചെയ്യാവുന്നതാണ് എന്ന് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞതുപോലെ കഞ്ചാവ് സുഖപ്രദമാണ് എന്നാരും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനേക്കാൾ വലിയ ആപത്താണല്ലോ കഞ്ചാവ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ബാറ് പൂട്ടി എന്നതിൻ്റെ പേരിൽ നടത്തിയ രാഷ്ട്രീയ ഗിമ്മിക്ക് കേരളത്തെ ലഹരിയുടെ താവളമാക്കി മാറ്റാൻ, ലഹരി മാഫിയയുടെ പിടിയിൽ അമരാൻ ഇടയാക്കുകയാണ് ചെയ്തത് എന്ന വസ്തുത ഫാദർ അംഗീകരിക്കുമോ എന്ന് ഞാൻ വളരെ വിനയത്തോടെ ബഹുമാനത്തോടെ ചോദിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, മദ്യവർജനം ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് വരുന്ന LDF അല്ല. ഞാൻ ദയവ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളത് പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ദയവായി വളരെ വേഗത്തിൽ നിങ്ങൾ ഒരു മര്യാദയില്ലാതെ ആങ്കർ ഇങ്ങനെ ഇടപെട്ടുകൂടാ. ശ്രീ എം പി രാജേഷ്, താങ്കൾ ഫാദറിന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആ സർക്കാരിന്റെ നേതൃത്വത്തിൽ അല്ലല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഇടപെടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾക്കൊരു അജണ്ട ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. പറയൂ. നിങ്ങൾ അനാവശ്യമായിട്ട് ഇടപെട്ട് സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ചോദിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശാലമായിട്ടുള്ള മദ്യത്തിനെതിരായ ബഹുജന പ്രസ്ഥാനം രൂപീകരിച്ചാൽ KCBC അതുമായി സഹകരിക്കുമോ, അതിന്റെ ഭാഗമായിട്ടുണ്ടാവുമോ, അതോ മദ്യവർജനം പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് KCBC അതിൽ നിന്ന് വിട്ടുനിൽക്കുമോ? ഫാദർ TJ ആന്റണി നേരിട്ടുള്ള പുതിയ ഗവൺമെന്റിന്റെ നയമതാണ്. ആ മദ്യവർജനത്തിനുള്ള ബഹുജന പ്രസ്ഥാനം സഹകരിക്കുമോ? ഫാദർ TJ ആന്റണി നേരിട്ടുള്ള ചോദ്യം, ഈ മൂവ്മെന്റിൽ ഭാഗമായി KCBC ഉണ്ടാകും? കേരളത്തിൽ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുവാനുള്ള നടപടികളുമായി ഏത് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നാലും അവരുമായി സഹകരിക്കുവാൻ KCBC തയ്യാറാണ്. യാതൊരു സംശയം കാര്യത്തിൽ വേണ്ട. ശ്രീ MP രാജേഷ്, ഞങ്ങളുടെ നിലപാടുകൾക്ക് യാതൊരു ദുരുദ്ദേശവുമില്ല. അടച്ച ബാറുകൾ തുറക്കുമോ എന്നുള്ള ചോദ്യം ഒരു രാഷ്ട്രീയ ചോദ്യമല്ല. കേരളത്തിലെ മദ്യവിരുദ്ധ പ്രവർത്തകരുടെ ആശങ്കയാണ്. കാരണം ഇതിനു വേണ്ടി ഞങ്ങൾ കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, വർഷങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു യാതൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ല. വ്യക്തതയില്ലാത്തത് ഇപ്പോഴും LDFനാണ്. ശ്രീ MP രാജേഷ്, മദ്യവർജനമാണ് നയമെന്ന് തലക്കെട്ട് എഴുതി വെക്കുകയും താഴെ എഴുതി വെച്ചിരിക്കുന്നു ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന്. സത്യത്തിൽ അത് ആത്യന്തികമായി നിരോധനത്തേക്കല്ലേ നയിക്കപ്പെടുക. അപ്പോ ഇവിടെയും LDF നിരോധനത്തെ ഭാഗികമായി അംഗീകരിക്കുന്നു എന്നല്ലേ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഞങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള സംഭാഷണം ഘട്ടഘട്ടമായി കുറയ്ക്കുന്നതിന് ഫാദർ എതിരല്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ കൃത്യമായിട്ട് ഞാൻ പറയാം. ഘട്ടം അല്ല, ഘട്ടമായി ഒരു കുറയ്ക്കുന്നതിനോട് എതിരുമില്ല. അത് വേണം, എതിർപ്പില്ലല്ലോ. അത് വേണ്ടതെന്ന് ചെയ്യുക തന്നെ വേണം. ആ, ഒരു എതിർപ്പുമില്ല, അത് അപ്പോൾ നമ്മൾ വേണം, ഒരേ നിലപാടിലല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും വേണം. രണ്ടുപേരും ഫാദർ ടി ജെ ആന്റണിയും അപ്പോൾ എം വി അദ്ദേഹം രാജേഷും നമ്മൾ ദയവായി അത് തുടരണം. ആത്യന്തികമായ നിരോധനത്തിലേക്ക് കൊണ്ടെത്തി. ഞാൻ എം ഐ ഷാനവാസ് എം പിയിലേക്ക് പോയിട്ട് വളരെ വേഗത്തിൽ തിരിച്ചു വരാം. ശ്രീ എം ഐ ഷാനവാസ്, ഈ വിഷയം മദ്യനയം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം കോൺഗ്രസിന് അറിയാവുന്നതായിരിക്കുമല്ലോ. കാരണം ഇതിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ് ബാർ കോഴ കേസും കെ ബാബുവിനും അതുപോലെ തന്നെ കെ എം മാണിക്കുമെതിരായ കേസ്. ഇപ്പോൾ കെ എം മാണിയുടെ കേസ് ഹൈക്കോടതി നാളെ പരിഗണിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹൈക്കോടതിയിൽ നിന്നും ഒരു ഇടക്കാല ഉത്തരവിന് വേണ്ടി അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഹർജി ഇന്ന് പരിഗണിച്ചു, നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ് സർക്കാരിൻ്റെ വിശദീകരണത്തിന് വേണ്ടി. ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വളരെ സജീവമായി ഉന്നയിക്കുമ്പോൾ ആ കോഴ ആരോപണങ്ങൾക്ക് കൂടി കോൺഗ്രസ് മറുപടി പറഞ്ഞു പോകേണ്ടി വരില്ലേ? ഒരു പ്രശ്നവുമില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് അവര് കേരളത്തിൽ ഉയർത്തിവിട്ട അഴിമതി ആരോപണങ്ങളുടെ പുകമറകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രിമാരും ഒക്കെ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് വരും. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം മദ്യവർജനം, മദ്യനിരോധനം. കിടന്നുരുളുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. കാനം രാജേന്ദ്രന്റെ പ്രസ്താവന ഞാൻ വായിച്ചു, പിണറായി വിജയന്റെ പ്രസ്താവന ഞാൻ വായിച്ചു. ഇപ്പൊ നിങ്ങൾ പറയുന്നു എല്ലാ സ്ഥലത്തും പിന്നെ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളുണ്ട്. 10% വെച്ച് അത് പൂട്ടി അവസാനം വന്ന് കേരളത്തിൽ ഒരു ഔട്ട്ലെറ്റും ഇല്ലാതെയാകുമ്പോൾ രാജേഷിന് ഈ പറയുന്ന കണക്കുകളൊന്നും പറയാനുണ്ടാവില്ല. അപ്പൊ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഞങ്ങൾ ആരോപിക്കുന്നു, ബാർ മുതലാളിമാരും തമ്മിൽ ഉണ്ടായിരിക്കുന്ന അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. ഇവരെ സഹായിക്കാൻ പലരെയും ഇന്ന് തെരുവിലിറക്കി, രംഗത്തിറക്കി പല കുപ്രചരണങ്ങളും നടത്തിക്കാൻ ഇവരെ ആവശ്യമുണ്ട്. അവരുമായിട്ട് ഗൂഢാലോചന നടത്തി അവരുടെ ബാറുകൾ തുറക്കാം, ബാറുകൾ തുറക്കുന്ന പ്രശ്നമില്ല എന്നിവർ പറഞ്ഞാൽ ഈ പറഞ്ഞ ബാർ മുതലാളിമാരാ, അവർക്ക് യാതൊരു സ്ക്രൂപ്പിൾസുമില്ല, അവർക്ക് യാതൊരു തത്വദീക്ഷയില്ല. അവർ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞവരെ കൊണ്ട് തിരിച്ചവർ പറയിപ്പിക്കും. ആ പറയിപ്പിക്കുന്നത് മുഴുവൻ നിങ്ങളുടെ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വില കൊടുക്കാൻ പോകുന്നത് മദ്യത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബാർ പ്രശ്നമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പ് അവരുടെ വാട്ടർലൂ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീ രാജേഷ്, താങ്കൾക്ക് മറുപടി പറയാനുണ്ടാകും. ഒരു ചെറിയ ഇടവേള ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. ന്യൂസ് ടുഡേ brought to you by Asset Homes, the responsible builder. സത്യത്തിന്റെ കൂടെ എന്നും ഭാഗ്യമുണ്ടാവും. Asset Homes, the responsible builder. കനവിലെ പൊൻവസന്തമായി ചുങ്കത്തിൻ സ്വർണം നിന്നിൽ മെല്ലെ ചുങ്ക ജ്വല്ലറി, തിരുവനന്തപുരം, കൊല്ലം, കരുനാഗപ്പള്ളി, എറണാകുളം, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, ദുബായ്. സർപ്രൈസ്, നൈസ്. കൊച്ചു കൊച്ചു സർപ്രൈസുകളാണ് ജീവിതം മനോഹരമാക്കുന്നത്. എനിക്ക് ലൈഫിൽ ധാരാളം സർപ്രൈസുകൾ കിട്ടാറുണ്ട്, കത്തുകളിലൂടെ, ട്വീറ്റുകളിലൂടെ, ഇതുപോലെ. പക്ഷെ എന്നെ ദിവസവും അതിശയിപ്പിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട്. ഒരു ചെറിയ കറക്ഷൻ, സർപ്രൈസ് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ട്. ട്രൈ ദിസ്. ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓട്ടോ. ഓട്ടോ സർപ്രൈസസ് മീ എവറി ഡേ വിത്ത് സ്റ്റണിംഗ് ഡിസൈൻസ് ആൻഡ് പെർഫെക്റ്റ് ഫിറ്റ്. ഓട്ടോ ധരിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്ക്. യു കെൻ ഫീൽ ദ സർപ്രൈസ്. ഓട്ടോ, ഫീൽ ദ സർപ്രൈസ്. ഓട്ടോ, ഫോർമൽസ് ആൻഡ് കാഷ്വൽസ്. കോൾഗേറ്റ് ടോട്ടൽ ടൂത്ത്പേസ്റ്റ് ഇപ്പോൾ ചാർക്കോൾ അടങ്ങിയത്. ചാർക്കോൾ ടൂത്ത്പേസ്റ്റിലോ? വാവ്. സാധാരണ ബ്രഷിംഗ് കൊണ്ട് പല്ലുകളുടെ ഇടയിൽ വൃത്തിയാക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് കീടാണുക്കൾ വേഗം വളരുന്നത്. ട്രൈ ചെയ്യൂ പുതിയ കോൾഗേറ്റ് ടോട്ടൽ ചാർക്കോൾ ഡീപ് ക്ലീൻ. ഇതിന്റെ സവിശേഷ ഫോർമുലയിൽ മൈക്രോ ചാർക്കോൾ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് പല്ലുകളുടെ ഇടയിൽ ആഴത്തിൽ കടന്നു ചെന്ന് കീടാണുക്കളോട് ഫലപ്രദമായി പൊരുതുന്നു.
വാവ്, ഇത് ശരിക്കും പല്ലുകളുടെ ഇടയിൽ ആഴത്തിൽ വൃത്തിയാക്കുന്നു. പുതിയ കോൾഗേറ്റ് ടോട്ടൽ ചാർക്കോൾ ഡീപ് ക്ലീൻ. ആരോഗ്യകരമായ വായയ്ക്ക് കോൾഗേറ്റ്, ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്. National Builders presents National Freedom Park, luxury twin towers near Vaitla Hub, a new concept in luxury that takes your life into a different league. National Freedom Park near Vaitla Hub, Kochi. ഇൻസ്പെക്ടർ, നിങ്ങളുടെ യൂണിഫോം എവിടെ? സർ, സാറിന്റെ ചെരുപ്പ്. ആ ചെരുപ്പുകൾ എന്നെ ഉടൻ പിടിക്ക്. എനിക്കൊരു ക്ലൂ തരൂ ഈശ്വരാ. ക്ലൂ കിട്ടി സാറേ. മോഷണം പോയതെല്ലാം ഒരേ ബ്രാൻഡാ, VKC Pride. സാറിന്റെ ചെരുപ്പും പോയി. ഇപ്പോ വേണമെങ്കിലും മോഷ്ടിക്കപ്പെടാം. VKC Pride. ഏറെ നടക്കാം, പക്ഷെ കരുതൽ വേണം. VKC Pride. Kerala brand. First time in US. Bobby Chemanur International Jewelers. Bobby and Maradona Finance and Investment. Traditionally trusted for 153 years. Opening shortly, Houston, USA. വിസ്മയ എൻ്റർടൈൻമെന്റ് സെന്റർ, പറശ്ശിനിക്കടവ്, കണ്ണൂർ. When the eyes are set on you, don't settle for anything less. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. ഇനി ശീർഷാസനം മതിയാക്കൂ. ഒന്ന് മതിയാക്കൂ. ദാസപ്പാ, ശിവൻകുട്ടി. എല്ലാം പടിയായി പോയോ ദൈവേ. ഇൻഡിഗോ മെറ്റാലിക് പെയിന്റ്, മനം കവരും മേൽക്കൂരകൾ കണ്ണെടുക്കാനേ കഴിയില്ല. ഗോൾഡൻ ഏപ്രിൽ ഫെസ്റ്റിവൽ. സ്വർണം വാങ്ങൂ, ഒപ്പം സൗജന്യമായി സ്വർണം നേടൂ. വജ്രാഭരണങ്ങൾക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ഇൻസ്റ്റന്റ് ക്യാഷ് ഉറപ്പ്. എല്ലാ പർച്ചേസുകൾക്കും ക്യാഷ് ബാക്ക് വൗച്ചറുകൾ. സ്വർണ്ണാഘോഷമൊരുക്കി ഗോൾഡൻ ഏപ്രിൽ. സ്കൈ ജ്വല്ലറി, ഡിസൈൻ ഫോർ ജനറേഷൻസ്. National Builders presents National Freedom Park, luxury twin towers near Vaitla Hub, a new concept in luxury that takes your life into a different league. National Freedom Park near Vaitla Hub, Kochi. ഈ വരുന്ന ഏപ്രിൽ 10 മുതൽ തൃശ്ശൂരിൽ സന്തോഷത്തിന്റെ നാളുകൾ. തൃശ്ശൂരിലെ ഏറ്റവും വലിയ വിവാഹ വസ്ത്രശേഖരം, തൃശ്ശൂരിലെ ആദ്യത്തെ കിഡ്സ് പ്ലേ സ്റ്റേഷൻ, തൃശ്ശൂരിലെ ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ്, ഇമാനുവൽ സിൽക്സ് റിയൽ ഹൈപ്പർ മാർക്കറ്റ്. ഒരു സ്വർഗീയ സുന്ദരിയത കോരിച്ചൊരിയുന്ന മഴയത്തേകയായി ആകെ നനഞ്ഞ് നിസ്സഹായായി നിൽക്കുന്നു. നനയാതിരിക്കാൻ ഒരു ഒഴിഞ്ഞ സിമന്റ് ബാഗുമായി ഞാൻ അവളോടടുത്തു. ഞാൻ അറിയാതെ അവൾ എൻ്റെ ഹൃദയം കവർന്നു. അവളെ ഒരു നോക്ക് കാണാൻ ഞാൻ വെമ്പി. കാണുമ്പോൾ ഒരു വാക്കും ഉരിയാടാൻ കഴിഞ്ഞില്ല എനിക്ക്. പിന്നൊരു നാൾ ആ പാലമുണ്ടായി. അങ്ങനെ ഒരു ദിവസം വിചാരിച്ചിരിക്കാതെ, മൈസെൽഫ് താര, നിങ്ങൾ ഹൃദയങ്ങൾക്കിടയിലെ കണ്ണിയായി, നഗരങ്ങളെ കൂട്ടിയിണക്കുന്ന പാലമായി, എല്ലാം ഒന്നിപ്പിക്കുന്നു ഒരേ ഒരു പേര്, ഡാൽമിയ സിമന്റ്. മനസ്സുകളെ ഒന്നിപ്പിക്കുന്നു, ഇന്ത്യയെ ഒന്നാക്കുന്നു. Kerala brand. First time in US. Bobby Chemanur International Jewelers. Bobby and Maradona Finance and Investment. Traditionally trusted for 153 years. Opening shortly, Houston, USA. സാറേ, ചെരുപ്പ് അയച്ചിട്ട് കസേര കാലും വെച്ച് സിനിമ കാണുമായിരുന്നു. സിനിമ തീർന്നപ്പോ ചെരുപ്പ് കാണുന്നില്ല. എപ്പോ വേണമെങ്കിലും മോഷ്ടിക്കപ്പെടാം. VKC Pride. ഏറെ നടക്കാം, പക്ഷെ കരുതൽ വേണം. VKC Pride. വെള്ളം എന്നാൽ എല്ലാം നിൽക്കും. വി ഗാർഡ് പമ്പ്സ്, ഏറ്റവും വിശ്വസ്തമായത്. സ്കോട്ട് TMT സ്റ്റീൽ ബാർസ്, ഉരുക്കിൻ കരുത്തിൽ പുതിയൊരു ലോകം. Binoy Marbles and Granites, Trivandrum, Calicut, Kannur. വെള്ളിയാഴ്ച ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്കൈ ജ്വല്ലറി. രാത്രി 7:30 ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന സാമൂഹിക ചലനങ്ങളെ വിശകലനം ചെയ്യുന്ന ബിഗ് സ്റ്റോറി. രാത്രി 9 വാർത്താ വിശകലനത്തിലെ പകരം വെക്കാനാകാത്ത ആധികാരികത, എഡിറ്റേഴ്സ് അവർ. രാത്രി 10 മണിക്ക് ആക്ഷേപഹാസ്യ പരിപാടി ഡെമോക്രസി. രാത്രി 11 കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ഇരുണ്ട ലോകം തുറന്നു കാട്ടുന്ന വാർത്താധിഷ്ഠിത പരിപാടി വിറ്റ്നസ്. വെള്ളിയാഴ്ച ദിന പരിപാടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്കൈ ജ്വല്ലറി. ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മോർ ഗോൾഡ്, സെയിം മണി. ചർച്ച തുടരുകയാണ്. ശ്രീ എം വി രാജേഷ്, തികച്ചും രാഷ്ട്രീയമായ ഒരു ആക്ഷേപമാണ്
MI ഷാനവാസ് അല്പസമയം മുമ്പ് ഉന്നയിച്ചത്. അതിന് ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഈ ഫാദർ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ മദ്യനയത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലോടുള്ള അദ്ദേഹത്തിൻ്റെ യോജിപ്പ് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒന്ന്, ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യലഭ്യത കുറയ്ക്കുക. അതിനോട് KCBCയും അദ്ദേഹവും യോജിപ്പാണ് പ്രകടിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, വിപുലമായിട്ടുള്ള ബഹുജന പ്രസ്ഥാനം അതിന് വരുന്ന LDF ഗവൺമെൻറ് രൂപം കൊടുത്താൽ അതുമായി സഹകരിക്കും എന്നും പറയുകയുണ്ടായി. അപ്പോൾ അതിനർത്ഥം ഞങ്ങളുടെ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ കാതലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ല KCBCക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളോട് അദ്ദേഹം ഇവിടെ യോജിപ്പ് പ്രകടിപ്പിച്ചു. ഞാനതിനുള്ള നന്ദിയും അറിയിക്കുകയാണ്, അതിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ ഷാനവാസ് പറഞ്ഞതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹത്തോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ശ്രീ അടൂർ പ്രകാശിൻ്റെ ബാർ പൂട്ടിയ ശേഷം ശ്രീ ഷാനവാസ് വന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അറ്റൻഷനായി നിന്നൊരു സല്യൂട്ട് കൊടുക്കും. ഇവിടെ വെച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ കൊണ്ടും കൊടുത്തും മുന്നേറുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ പോർമുഖത്ത് ഈ മദ്യനയം ഒരു പ്രധാന ചർച്ചാ വിഷയമാകും, പ്രചാരണ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി ബിന്ദു കൃഷ്ണ, MB രാജേഷ് MB, ഫാദർ TJ ആന്റണി, MI ഷാനവാസ് MB, എല്ലാവർക്കും നന്ദി. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്.